അൾത്താര, ബലിപീഠം, അപ്പം മുറിക്കപ്പെടുന്ന വേദിയാണെങ്കിൽ വചനപീഠം, വചനം മുറിക്കപ്പെടുന്ന വേദിയാണ്. അപ്പം എത്രമാത്രം ദിവ്യകാരുണ്യം നമ്മുടെ ജീവിതത്തിന് ശക്തിയായി അനുഗ്രഹമായി മാറുന്നു, അതുപോലെ തന്നെയാണ് ഈ വചനവേദിയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശക്തിയായി മാറേണ്ടത്. ഇത് മറ്റൊരു ബലിപീഠം തന്നെയാണ്. വചനം ദൈവമാണ്, ദൈവശക്തിയാണത്. ആ ദൈവത്തിൻ്റെ മുറിച്ചു വിളമ്പുന്ന വചനം നമ്മുടെ ഹൃദയനിലങ്ങളിൽ നമുക്ക് ഏറ്റുവാങ്ങാം. നമ്മുടെ നിലങ്ങളെ നമുക്ക് ഒരുക്കുമ്പോഴാണ് അവിടെ ആ മനോഹാരിതയിൽ അതിനെ സ്വീകരിക്കാൻ പറ്റുക. വിത്തുകളൊക്കെ വിതയ്ക്കുകയും അതിൻ്റെ ഫലം കാണാൻ വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. എന്തൊരു വിത്തും പാകിയാൽ അതിൻ്റെ ഫലം ലഭിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ സംതൃപ്തി ഉണ്ടാകുക. വചനം ഒത്തിരിയേറെ ശ്രവിക്കുകയും വചന വഴിയിലെ ധ്യാനങ്ങൾ നടത്തുകയും ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. വചനത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാനായി നമ്മുടെയൊക്കെ ജീവിതത്തിലാകുമ്പോഴാണ്, വചനത്തിൻ്റെ ഫലം കാണുമ്പോഴാണ് അത് നമുക്ക് സന്തോഷമായി, അത് നമുക്ക് നിലനിൽക്കുന്ന ഒരു അനുഭവമായി രൂപാന്തരപ്പെടുക. ഈ അടുത്ത നാളിൽ ഒരു കൊച്ചു കുഞ്ഞിനോട് സൺഡേ ക്ലാസ്സിലാണ് ഞാനൊരു ചോദ്യം ചോദിച്ചു. ഞാനൊരു ഉത്തരം ആഗ്രഹിച്ചുകൊണ്ടാണ് ചോദിച്ചത്. പക്ഷെ ഞാൻ ചോദിച്ചപ്പോൾ അവൻ എനിക്ക് തന്ന ഉത്തരം എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ ചോദിച്ചു, ചോദ്യം ഇതാണ്: ഈശോയുടെ ഹൃദയവും മനുഷ്യൻ്റെ ഹൃദയവും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു. ഈ കൊച്ചുമിടുക്കൻ 1-ാം ക്ലാസ്സുകാരൻ പറയുകയാണ്, അച്ഛാ, ഈശോയുടെ ഹൃദയം പുറത്തായിരിക്കുന്നേ, മനുഷ്യൻ്റെയൊക്കെ ഹൃദയം അകത്താണിരിക്കുന്നത്. അവൻ പറഞ്ഞ ഉത്തരം എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം തിരുഹൃദയ രൂപം കണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു പോലും പറയില്ല ഈശോയുടെ ഹൃദയം അകത്താണെന്ന്. സത്യത്തെങ്കിൽ എത്ര ദൈവശാസ്ത്രങ്ങൾ വ്യാഖ്യാനിച്ചാലും, എത്രയേറെ നമ്മുടെ ധ്യാന മനനങ്ങളിലൂടെ നമ്മൾ കടന്നു പോയാലും, ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ചില ഉത്തരങ്ങളില്ലേ നമ്മളെ ചോദ്യം മുട്ടിക്കുന്ന? ഈ ഉത്തരങ്ങളിലേക്കാണ് നമുക്ക് ഇനിയും നീങ്ങേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അല്പം കൂടെ നിർമ്മലതയുടെ ആ കൊച്ചു ചോദ്യങ്ങളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ വചനത്തിൻ്റെ ഒക്കെ ശക്തി നമുക്ക് അനുഭവിക്കാൻ പറ്റുക. അറിവുകളെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചും ഒത്തിരിയേറെ അഭിമാനിക്കുന്നവരാണ് ഞാൻ നിങ്ങളുമൊക്കെ. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ, അല്ലെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മുമ്പിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ നിസാരങ്ങളാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് എപ്പോഴാവുന്നോ ആ നിമിഷമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ സന്തോഷം അനുഭവിച്ചു തുടങ്ങുക. വചനം ജീവിക്കുന്നവരാവുക. വചനം നമ്മുടെ ഹൃദയത്തെയൊക്കെ ഒന്ന് തൊടുന്ന അനുഭവത്തിലൂടെ കടന്നു പോവുക. വചനം നമ്മയൊക്കെ ഒന്ന് തൊടുന്നൊരനുഭവങ്ങൾ, വ്യത്യസ്തമായ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. അതൊക്കെ എത്രയോ ഏറെ അവസരങ്ങൾ, എത്രയേറെ കാര്യങ്ങളിലാണ് നമ്മളൊക്കെ വചനം നമ്മളെ തൊട്ടനുഭവങ്ങൾ. നമുക്ക് നമ്മുടേതായ അനുഭവങ്ങളാണ്. വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലും വ്യത്യസ്തമായ അനുഭവങ്ങളിൽ നമ്മൾക്ക് കണ്ടുമുട്ടുന്ന വ്യത്യസ്തമായ ഈ സ്വരൂപങ്ങളാണ്, നല്ല ദൈവത്തിൻ്റെ രൂപങ്ങളാണ്. അത് എൻ്റെ സ്വന്തം അനുഭവമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ കണ്ടെത്തുന്ന ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം അനുഭവമാണ്. അങ്ങനെ എനിക്ക് എൻ്റെ വചനത്തെ എൻ്റേതാക്കി മാറ്റാനാവുമ്പോഴാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1, നിന്റെ ഹൃദയത്തിൽ രൂഢമൂലമാകുന്ന, നമ്മുടെ ഹൃദയത്തിൽ അനുഭവമാകുന്നത്, നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ലോകം ഇന്ന് അസ്വസ്ഥപ്പെടുകയാണ്. അസ്വസ്ഥതയില്ലാത്തവരാരുണ്ടെന്ന് ചോദിച്ചാൽ ആരുമില്ലെന്നുള്ളതാണ്. എല്ലാവരും അസ്വസ്ഥപ്പെടുകയാണ്. രോഗം കൊണ്ടാകാം, ദുരിതങ്ങൾ കൊണ്ടാകാം, സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ടാകാം. എവിടെയാ അസ്വസ്ഥതകളില്ലാത്ത? വിശ്വാസമുണ്ടെന്ന് ഞാനും നിങ്ങളുമൊക്കെ പറയുകയും ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളുടെ വഴികളിലൂടെ കടന്നു പോവുകയും ചെയ്യുമ്പം നമ്മളൊക്കെ അസ്വസ്ഥപ്പെടുകയാണ്. ഇവിടെയാണ് നമ്മുടെ വിശ്വാസത്തെ, ഈ വചനാനുഭവത്തെ നമ്മൾ തുലനം ചെയ്ത് നോക്കേണ്ടതും നമ്മൾ ഒന്നുകൂടെ പഠിച്ച് മനസ്സിലാക്കേണ്ടതും. ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ കൊച്ചു മനസ്സില്ലേ, അത്രത്തോളം നമുക്കൊന്ന് വളരാൻ പറ്റുമോ? നമ്മളൊക്കെ പറയും കുഞ്ഞുങ്ങളുടെ മനസ്സിനോളം ചെറുതാകണമെന്ന്. അത്രത്തോളം വളരാൻ നമ്മളൊന്ന് പഠിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുഞ്ഞുങ്ങളുടെ മനസ്സോളും. തളർവാദം പിടിപെട്ട പ്രിയപ്പെട്ട ജ്യേഷ്ഠനെ ചുമലിൽ വഹിച്ചുകൊണ്ട് കുഞ്ഞനിജൻ നടന്നു പോകുമ്പം കണ്ടവരാരോ ചോദിച്ചു, വലിയ ഭാരമാ അല്ലേ എന്ന്. അവൻ തിരിച്ചു പറയുക, ഇത് ഭാരമല്ല, ഇതെൻ്റെ
ജ്യേഷ്ഠനാണ്. ഇത് ഭാരമല്ല, ഇതെൻ്റെ ജ്യേഷ്ഠനാണ്. പ്രിയമുള്ളവരെ, ഇതായി കുഞ്ഞു ഹൃദയത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അവരുടെ മനസ്സ് പറയുന്ന കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടല്ലോ. ഇന്ന് ഈ വചനങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾക്ക് ഞാനും നിങ്ങളും ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടി വരും. വലിയൊരു പള്ളിയുടെ പണി നടക്കുന്നിടത്ത് സൺഡേ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ശ്രമദാനം ചെയ്യുക, കല്ലുപിറക്കിയും ചുടുകട്ട ചുമന്നിട്ടുമൊക്കെ വല്യച്ഛൻ പള്ളിക്ക് ചുറ്റും നടന്നു പോകുന്നുണ്ട്. അച്ഛനൊരു ചോദ്യം പലരോടും, പലരും പല ഉത്തരങ്ങളെപ്പം. ഒരു കൊച്ചുമിടുക്കനോട് മാത്രം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ ഉത്തരവാ വീണ്ടും ഈ അമ്പരപ്പിക്കുന്ന നമ്മുടെ ആ കൊച്ചു ചോദ്യങ്ങളില്ലേ. അവനോട് ചോദിച്ച് എന്തെടുക്കുവാടാ? മറ്റുള്ളവരൊക്കെ പറഞ്ഞു ഞാൻ കല്ല് ചുമക്കുക, ഇഷ്ടിക ചുമക്കുക. മേസ്തിരിയോട് ചോദിച്ചാൽ മേസ്തിരി പറയും കല്ല് കെട്ടിക്കൊണ്ടിരിക്കുക. ആശാരിയോട് ചോദിച്ചാൽ പറയും കട്ടുള്ള പണി ഞാൻ ജനൽ പിടിപ്പിക്കുകയാ. ഈ കൊച്ചുമിടുക്കൻ പറഞ്ഞു, അച്ഛാ ഞാൻ പള്ളി പണിയുക, അച്ഛാ ഞാൻ പള്ളി പണിയുക. ഈ കൊച്ചു മനസ്സിലുണ്ടാകുന്ന ഈ ഉത്തരങ്ങളില്ലേ, എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഇനി അത്രത്തോളം ഒന്ന് വളർന്നാൽ മതി, നമ്മുടെയൊക്കെ ജീവിതങ്ങളെ സന്തോഷങ്ങളാകും. വിശ്വാസമെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഉള്ളിൽ ഇന്ന് നമ്മളൊക്കെ സൂക്ഷിച്ചത് കൊണ്ട് നടക്കുന്ന ഒരു നിധിയാണെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കിക്കൊള്ളുക, നമ്മളൊക്കെ വിശ്വാസികളായിട്ടില്ല എന്ന്. മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവാലയത്തിൽ എൻ്റെ പിതാമഹന്മാർ മുട്ടുകുത്തിയതിൻ്റെ തഴമ്പ് എൻ്റെ മുട്ടിലുണ്ടെന്ന് ഞാൻ അഭിമാനിക്കുന്നതല്ല വിശ്വാസമെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ എൻ്റെ ദൈവാലയത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തൊടാവുന്ന ദൂരത്തിൽ എൻ്റെ തമ്പുരാൻ എൻ്റെ മുന്നിലുണ്ടാകുമ്പോൾ അതിനെ തൊടാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ വിശ്വാസം. മല കയറാൻ പോയ മനുഷ്യൻ്റെ കഥ കേട്ടിട്ടുണ്ട്. ഒരുപാട് പേരുടെ കൂടെ കയറിപ്പോവുകയാണ്. കുറച്ച് തന്നപ്പോൾ അവൻ ഒരുപാട് ദൂരത്തേക്ക് മുന്നേ കയറി പോകുന്നിടത്ത് സന്ധ്യയുടെ കനം കൂടി വന്നപ്പോൾ, ഇരുട്ടിൻ്റെ കനം കൂടി വന്നപ്പോൾ ഒരു പാറപ്പുറത്ത് അവൻ അഭയം പ്രാപിച്ചു. കൂട്ടുകാരൊക്കെ ഒരുപാട് പിന്നിലാ. അവനതാ പേടിച്ച് രാത്രിയുടെ ഭീകരതയിൽ നൊമ്പരപ്പെട്ടിരിക്കുകയാണ്. എന്തൊക്കെയോ വന്യജീവികളുടെ ശബ്ദം കേട്ട പാറപ്പുറത്ത് നിരങ്ങി നീങ്ങുന്ന അവൻ വളരെ താഴത്തേക്ക് അഗാധത്തേക്ക് രാത്രിയിൽ നിവധിക്കുകയാണ്. ഉറക്ക നിലവിളിച്ചവൻ കാറി അഭയത്തിന് ആരും എത്തിയില്ല. കൂട്ടുകാരെ വിളിച്ചു. എങ്കിലും അവ താഴേക്ക് പോകുന്നതിനിടയ്ക്ക് ഏതോ ഒരു നിമിഷത്തിൽ അവൻ്റെ അരയിൽ ഉടക്കിയിരിക്കുന്ന കയറ് ഒരു കൊച്ചു മരത്തിൻ്റെ ശിഖരത്തിൽ ഉടക്കിക്കിടന്നു. അവിടെ കിടന്നുകൊണ്ട് അവൻ പിന്നെയും വിളിച്ചു കൂട്ടുകാരെ. ആരും വിളി കേട്ടില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിൽ പലപ്പോഴും വിളികൾ ഇങ്ങനെയാണല്ലോ. ഒത്തിരിയേറെ വിളിച്ചിട്ട്, ഒത്തിരിയേറെ വഴി മാറിപ്പോയിട്ട്, ഒത്തിരിയേറെ ചെയ്തിട്ട് എല്ലാം പരാജയപ്പെടുമ്പോൾ ഒരു വിളി, അതാണ് ദൈവം. ഈശ്വര എന്നൊരു വിളി എല്ലാ വാതിലും അടയുമ്പോൾ. അങ്ങനെ അവനും വിളിച്ചു, ദൈവമേ. ദൈവം വിളി കേൾക്കുക. കാരണം അവനെ കാത്തിരിക്കുന്നവനാ തമ്പുരാൻ. എന്നെയും നിങ്ങളെയും ഒക്കെ ഓരോ നിമിഷവും കാത്തിരിക്കുന്ന സ്നേഹത്തിന് പേര് പറയുന്നത് ദൈവമെന്ന്. ഓരോ നിമിഷവും എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്ന കാരുണ്യത്തിന് പറയുന്ന പേരാ ദൈവമെന്ന്. ഓരോ നിമിഷവും എന്നെയും നിങ്ങളെയും കരുതലോടെ കരങ്ങളിൽ കാക്കുന്നതിന് പറയുന്ന പേരാ സ്നേഹമെന്ന്. അത് അമ്മയാകാം, അപ്പനാകാം, സ്നേഹമാകാം, ബന്ധങ്ങളാകാം. അവിടെയൊക്കെ ദൈവ സാന്നിധ്യങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ, കരുതൽ നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ, ഇന്ന് ഞാനൊരു വൈദികനാണെങ്കിൽ, ഒരു സന്യാസിനിയോ സന്യസ്തരോ, അല്ലെങ്കിൽ ഒരു കുടുംബ പിതാവോ, ഒരു കുടുംബത്തിലെ അമ്മയോ അപ്പനോ ആരുമാകട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വഴികളിലും നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ കൊടുക്കുന്ന കരുതലിൻ്റെ കരങ്ങളൊക്കെ കൊടുക്കുമ്പോൾ, അതിനുള്ളിൽ ഈ സ്നേഹത്തിൻ്റെ കരുതൽ കൊടുക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ മറ്റുള്ളവർക്ക് ദൈവസാന്നിധ്യങ്ങളായി മാറുക. ഇതേ ഈ പോന്നവൻ വിളിക്കുകയാ ദൈവത്തെ. ദൈവം വിളി കേട്ടു. എന്തേ മോനെ? അവൻ പറഞ്ഞു, ദൈവമേ, ഇതാ ഈ മരത്തിൻ്റെ കൊമ്പിൽ ഞാൻ ഈ കയറുടക്കി ഇതാ ഉടനെ മരിക്കും, ഗാധത്തിലേക്ക് ഞാൻ നിബദിക്കുകയാണ്. ദൈവം വളരെ സിമ്പിളായിട്ട് അവനോടൊരു ഉത്തരം പറയുകയാണ്. ദൈവത്തിൻ്റെ ഉത്തരങ്ങൾ എപ്പോഴും സിമ്പിളാണ്. നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റാതെ പോകുന്നത്. മോനെ, കയറഴിച്ചു വിട്ടേ. കൊമ്പിലുടക്കി കിടക്കുന്ന ആ കയറൊന്ന് നീ ഒന്ന് അഴിച്ചു വിട്ടേ. അവൻ എങ്ങനെ അഴിച്ചുവിടും? കാരണം ജീവൻ അതേലാ നിൽക്കുന്നത്, ആ കയർത്തുമ്പിൽ. ഈ ഇരുട്ടിൻ്റെ കനം കൂടിക്കൂടി വരുമ്പോൾ കയറ് ഞാൻ അഴിച്ചു വിട്ടാൽ ഞാൻ എങ്ങോട്ട് പോകും? ദൈവത്തിന് എന്തറിയാം? ഭൂമി ജീവിക്കുന്ന എൻ്റെ നൊമ്പരത്തിൻ്റെ ഈ കയറിലൊക്കെ ഞാൻ പിടിച്ചു കിടക്കുമ്പോൾ ദൈവത്തിന് എന്തറിയാം? അവൻ പറയുക, ദൈവമേ, അതുമാത്രം ഞാൻ ചെയ്യില്ല, അതൊഴികെ വേറെ നീ എന്നെ എന്നോട് പറഞ്ഞു, ഞാൻ ചെയ്തു കൊള്ളാം. സമ്മതിക്കില്ലവൻ. ദൈവം പറഞ്ഞു, മകനെ, നിന്നെ രക്ഷിക്കാൻ എനിക്ക് അതല്ലാതെ മറ്റൊരു മാർഗമില്ല. ദൈവം പറഞ്ഞു. അവൻ പറയുകയാണ്, ദൈവമേ, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ നീ പറ. നമ്മളൊക്കെ പലപ്പോഴും പറയാറില്ലേ, ദൈവമേ, നിനക്കറിയത്തില്ല എന്നിട്ടാ എൻ്റെ സ്ഥിതി. ഞാനിത് ഈ കാര്യത്തിൽ ഇങ്ങനെ പിടിച്ചാൽ നിൽക്കുന്ന നീ ഒരൊറ്റ തുരുമ്പിലാ.
ഇവർ ഒറ്റ കയറിലാ പിടിച്ച് നിൽക്കുന്നത്, അതും കൂടെ അഴിച്ചുവിടാൻ നീ പറയരുത്. ദൈവം പറഞ്ഞു, മോനെ, നിന്നെ രക്ഷിക്കാൻ എനിക്കിതല്ലാതെ മറ്റൊരു മാർഗമില്ല. ദൈവം അങ്ങനെ പറഞ്ഞു. ഇവനത് ചെയ്തില്ല. ആ രാത്രിയുടെ കടുത്ത ഇരുട്ടിൽ ആ മരക്കൊമ്പിൽ ആ കയറിലുടങ്ങി മുറുകി അവൻ മരിക്കുകയാണ്. പ്രഭാതത്തില് അവന്റെ പ്രിയ കൂട്ടുകാര് പുറകെ കടന്നു വന്നപ്പോൾ കാണുന്നത് മരക്കൊമ്പിൽ തൂങ്ങി ഉടക്കി മരിച്ചു കിടക്കുന്ന അവന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ. അവർ അമ്പരന്ന് പോയി. കാരണം മറ്റൊന്നുമല്ല, അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ പ്രിയ കൂട്ടുകാരന് ഒരു നല്ല പുൽമേടിലേക്ക് വീഴാൻ ഒരു 2 അടി ദൂരം മാത്രമേ ഉള്ളൂ. ഇരുട്ടിന്റെ കനത്തിൽ അവനത് മനസ്സിലാക്കാൻ പറ്റിയില്ല. അവനിതാ ഒരു പുൽമേടിന്റെ തൊട്ട് മുകളിലാണ് വന്ന് നിൽക്കുന്നതെന്ന്. ആ കമ്പിൽ നിന്ന് അവനത് ആ കയറെടുത്ത് വിട്ടിരുന്നെങ്കിൽ ആ പുൽമേട്ടിലേക്ക് വെറും 2 അടി ദൂരം വളരെ ശാന്തമായിട്ട് അവൻ അതിൽ വീണേനെയും അവനൊന്നും സംഭവിക്കില്ല. ഇരുട്ടിന്റെ കനം കൂടി വന്നപ്പോൾ, ഇരുട്ടത്തായിരുന്നപ്പോൾ അവൻ പലതും മനസ്സിലാക്കാൻ പറ്റില്ല. ദൈവം പറഞ്ഞതാ, നീ അഴിച്ചുവിട്ടു ധൈര്യമായിട്ട്. ദൈവം പലപ്പോഴും പറയും, കാരണം അവൻ കരുതലിന്റെ ഒരു പുൽമേട് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടാ പറയുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, പലതും അഴിച്ചു വിട്ടോളാൻ. അഴിക്കില്ല, നമ്മളാരും അഴിക്കാൻ നമുക്കാർക്ക് സാധിക്കില്ല. കാരണം എന്താ? വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുകയും നമ്മളൊക്കെ പിടിച്ചു നിൽക്കുകയും ചെയ്യുന്ന നമ്മുടെയൊക്കെ ചില കയറുകളില്ലേ, ഇതാ ബലമെന്ന്. അവിടെ നിന്ന് എന്നഴിച്ചുവിടാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ നമുക്കാവുന്നു. അന്നാ നമ്മുടെ വിശ്വാസത്തിന് ബലമുണ്ടാവുക. അവൻ നമ്മളെ ചേർത്ത് പിടിക്കുക. അവൻ്റെ കരങ്ങളിൽ നമുക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാവുക. ഈ തിരുമണിക്കൂറുകളൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കോർക്കാൻ നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിൽ എത്രമാത്രം ഇതുപോലെ അസ്വസ്ഥപ്പെടാത്ത ജീവിതം. യോഹന്നാന്റെ സുവിശേഷം 14:1 നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നിന്റെ ഹൃദയം അസ്വസ്ഥമാകണ്ട. അസ്വസ്ഥമാകാതെ ജീവിക്കാൻ ഈ ലോകത്തിലെ നിന്റെ ജീവിതത്തിൽ നിനക്ക് എത്രമാത്രമാകുന്നുണ്ട്. നീ പ്രാർത്ഥനകൾ നടത്തുന്നവനാ, ദാനധർമ്മങ്ങൾ കൊടുക്കുന്നവനാ, ശുശ്രൂഷകളിൽ പങ്കുചേരുന്നവൻ, ബലി കൃത്യമായിട്ട് അർപ്പിക്കുന്നവൻ, കുർബാന സ്വീകരണങ്ങൾ നടത്തുന്നവൻ. പക്ഷേ ദൈവം നിന്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ, ഇതുപോലെയൊക്കെ നിന്നോട് പലതും ആവശ്യപ്പെടുമ്പോൾ, ഞാനും നിങ്ങളും നമ്മളൊക്കെ മറുതലിച്ച് നിൽക്കാറില്ലേ? ദൈവമേ, ഇതിലല്ലാതെ മറ്റൊന്ന് രക്ഷയില്ല, നിനക്കറിഞ്ഞുകൂടാ, കാരണം ജീവിക്കുന്നത് ഞാനാണെന്ന്. രോഗദുരിതങ്ങളുടെ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മരുന്നും മറ്റു കാര്യങ്ങൾക്കുമായി എത്രയോ പൈസകൾ നമ്മളൊക്കെ ചിലവഴിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സന്നിധിയിൽ മുറുക്കെ നിന്നിട്ട് ഒന്ന് കരയാൻ, കരഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ, ഹൃദയം തുറന്നൊന്ന് കരയാൻ നമുക്കാവുന്നുണ്ടോ? നമ്മളൊക്കെ ഒത്തിരി ഓടുന്നവരാ. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കരഞ്ഞൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തൊട്ടനുഗ്രഹിക്കുന്ന എത്രയോ അനുഭവങ്ങളാ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും എന്തേ നമ്മുടെ വിശ്വാസത്തിൻ്റെ ബലം നമുക്ക് കുറഞ്ഞു പോകുന്നു? ഇവിടെയാണ് നമുക്ക് തിരിച്ചറിവിൻ്റെ ഒരു പുതിയ സുവിശേഷം. ഞാൻ ഓർമ്മപ്പെടുത്തിയില്ലേ, ആ കുഞ്ഞുങ്ങളുടെ ആ വിശ്വാസത്തോളം വലിയ ഒരു വിശ്വാസം, അത്രയും ഒരു വലിയ കാഴ്ചപ്പാട് നമുക്കുണ്ടാവാൻ പറ്റുക. കുഞ്ഞുങ്ങളോളം അത്രമാത്രം ഒന്ന് വലുതാകാൻ ഇനി നമുക്കൊന്നാകണം. ആ മനസ്സിനോളം ഒന്ന് വലുതാകാൻ അപ്പോൾ ഒത്തിരിയേറെ നമ്മൾ താന്നു കൊടുക്കേണ്ടി വരും. ബുദ്ധിയും അറിവും ഒക്കെ ഉണ്ടെന്ന് പറയുന്ന നമുക്ക് താന്നു കൊടുക്കേണ്ടത് വരും, എളിമപ്പെടേണ്ടതായിട്ട് വരും. നമുക്കൊക്കെ പല കാര്യങ്ങളിലും നമുക്ക് പലരുടെയും മുൻപിൽ നമ്മുടെ ജീവിതങ്ങളെ നിസ്സാരങ്ങളാണെന്ന് കാണേണ്ടി വരും. ഞാനൊക്കെ കരുതി വെക്കുന്ന പലതും എനിക്കൊന്നുമല്ല എന്ന തിരിച്ചറിവുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവും. അവിടെ പൂർണ്ണമായിട്ട് എളിമയുടെ സഹനങ്ങൾ ഏറ്റെടുത്തിട്ട് സഭാപിതാക്കന്മാരൊക്കെ പഠിപ്പിക്കുക. സഹനങ്ങളൊക്കെ എന്ന് പറയുന്നത് ചാണകം പോലെയാണ്. ചാണകത്തിൻ്റെ പ്രത്യേകത എന്താ? അത് നല്ല വളവാ, ജൈവവളം. പക്ഷെ അത് ഏതൊരു വൃക്ഷത്തിൻ്റെയും ചെടിയുടെയും മൂട്ടിലിട്ടാലേ അത് ഫലമായി മാറുകയുള്ളൂ. പക്ഷേ പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന സമൂഹങ്ങൾ ഈ സഹനങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് ഇത് ഉയർത്തിപ്പിടിക്കില്ലേ? ഞാൻ ഇങ്ങനെ ചെയ്തു, ഇത്രമാത്രം ഞാൻ ചെയ്തു. അത് മാതാപിതാക്കളെ നോക്കിയതിൻ്റെ കണക്കായിരിക്കാം. കണക്ക് പുസ്തകങ്ങളല്ല ഇന്ന് നമ്മുടെ കയ്യിലുള്ളത്. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ കണക്ക് നോക്കി കണക്ക് പറഞ്ഞു പോകുന്നവരുടെ ഇടങ്ങളിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഓർത്തു നോക്കിക്കേ, ആദ്യത്തെ അത്ഭുതം നടന്ന കാനായിൽ കണക്കിൻ്റെ കണക്ക് പുസ്തകം തുറന്നു വെച്ചിരുന്നെങ്കിൽ അവിടെ ആ 6 കൽഭരണികൾ നിറയില്ലായിരുന്നു. പ്രിയമുള്ളവരെ, കണക്ക് പുസ്തകം അവിടെ തുറന്നിരുന്നെങ്കിൽ, അവിടെ കാരണമന്വേഷിച്ച് പോയിരുന്നു എങ്കിൽ ആ കൽഭരണികൾ ഇന്നും നിറഞ്ഞതായിട്ട് ബൈബിള് സാക്ഷ്യപ്പെടുത്തില്ലായിരുന്നു. പരിശുദ്ധ അമ്മ കണ്ടെത്തി, മറ്റാരുമല്ല, അത് ഒഴിഞ്ഞ കൽഭരണികളാ. കാരണം ആരും അന്വേഷിച്ചില്ല. ഒരു വീട്ടുകാരനും കാരണം അന്വേഷിച്ച് പോയതായിട്ട് നമ്മൾ കാണുന്നില്ല. ഒഴിഞ്ഞ കൽഭരണികൾ എന്തുകൊണ്ട് ഒഴിഞ്ഞു എന്ന്, എന്തുകൊണ്ട് വീഞ്ഞില്ലാതായി എന്ന്.
ഇന്നത്തെ കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങളിൽ നമുക്ക് ഓർത്തു വയ്ക്കാം. കാരുണ്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ നമ്മുടെ ജീവിതങ്ങളെ കുടുംബങ്ങളെ നമ്മൾ ദൈവത്തിന് മുമ്പിൽ നിർത്തുമ്പോൾ നമുക്ക് ഓർത്തു വയ്ക്കാം. കൽഭരണികൾ നിറയണമെങ്കിൽ കാരണങ്ങൾ അന്വേഷിച്ച് നമുക്ക് പോകാതിരിക്കാം. കാരണങ്ങൾ അന്വേഷിക്കുന്നിടത്ത് കൽഭരണികൾ നിറയില്ല എന്ന വലിയ ഒരു യാഥാർത്ഥ്യം നമുക്കുണ്ടാകട്ടെ. അത് നമ്മുടെ മനസ്സിൽ നിൽക്കുമ്പോഴാണ് അവൻ്റെ ഇല്ലായ്മകളെ തിരിച്ചറിയാൻ പറ്റുക. അവിടെയാണ് എനിക്ക് തന്ന എൻ്റെ കരങ്ങളെ അല്പം കൂടി ഒന്ന് നീട്ടിക്കൊടുക്കാൻ, ആർക്കൊക്കെ വേണ്ടി കരുതലിൻ്റെതായിട്ടൊന്ന് നീട്ടിക്കൊടുക്കാൻ സഭ നമ്മെ പഠിപ്പിക്കുക. നമ്മുടെ കരങ്ങൾ ഇനിയും ആർക്കൊക്കെ വേണ്ടി നീളേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഹൃദയം ഇനിയും ആർക്കൊക്കെ വേണ്ടി തുടിക്കേണ്ടിയിരിക്കുന്നു. കാൽവരിയിലെ കുരിശു നമുക്ക് തന്ന ഏറ്റവും വലിയ സന്ദേശം അതല്ലേ? അവസാന തുള്ളി വരെ ആ നിശബ്ദതയിൽ അവൻ ഒഴുക്കി ഇറങ്ങിയപ്പോഴും എന്നെയും നിന്നെയും ജനിക്കാനിരിക്കുന്ന ഓരോ കുഞ്ഞിനും വേണ്ടി അവൻ ആ തിരുരക്തം നമുക്ക് വേണ്ടി തരിക ചെയ്ത്. ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ആ കുരിശിൻ്റെ മുന്നിൽ നമ്മളൊക്കെ നമിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തുന്നത് അത് മാത്രമാണ്. നിനക്ക് വേണ്ടി വ്യവസ്ഥയില്ലാതെ ഞാൻ തന്നെൻ്റെ ജീവിതമാണിത്. നിനക്ക് വേണ്ടി വ്യവസ്ഥയില്ലാതെ ഞാൻ തന്ന ജീവിതം. നീയും മുറിക്കപ്പെടണ്ടേ? വചനം മുറിച്ച് നമ്മുടെ കൈകളിൽ കെറ്റുമ്പോൾ ആ വചനം മുറിച്ചെടുക്കുന്ന ശക്തിയില്ലേ, അതെൻ്റെ ജീവിതത്തിൽ ഇനി ഞാൻ ആർക്കൊക്കെയോ കൊടുക്കേണ്ടിയിരിക്കുന്നു. വചനം എനിക്ക് തരുന്ന ശക്തി, ഞാൻ ജീവിച്ചു കാണിക്കേണ്ട എൻ്റെ ശക്തി, എൻ്റെ വിശ്വാസ ജീവിതം, അത് ഞാനായിരിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകളിലാണെങ്കിലും വചനത്തിന് ഞാൻ എങ്ങനെയൊക്കെ സാക്ഷ്യം വഹിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു, അവിടെയൊക്കെ പൂർണ്ണമായ ആത്മാർത്ഥതയോടുകൂടി വിശ്വാസബോധ്യത്തോടുകൂടി ഞാൻ എൻ്റെ ജീവിതം സാക്ഷ്യമായിട്ട് കൊടുക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ ഈ വചനം ഇന്നും ജീവിക്കുന്നതായി അനുഭവപ്പെടുക. ഈ വചനം ജീവിക്കുമ്പോൾ, എന്നിലും നിങ്ങളിലുമൊക്കെ ഈ വചനം ജീവിക്കുമ്പോഴാണ് അവൻ ഇന്നും ജീവിക്കുക. നസ്രായൻ അവൻ ഇന്നും ജീവിക്കും നമ്മോടൊക്കെ കൂടെ. ഒഴിഞ്ഞ കൽഭരണികളിൽ അവൻ ഓടിയെത്തും. വിഷമിക്കരുത് നമ്മളാരും. കൽഭരണികൾ ഒഴിയുമ്പോഴും രോഗദുരിതങ്ങളുടെ വഴികളിൽ നീ പോകുമ്പോഴും അവിടെയൊക്കെ അന്ധതയും അസ്വസ്ഥതയും ഒക്കെ നിന്റെ ജീവിതത്തിൻ്റെ കൂടപ്പിറപ്പും കൂട്ടായി നിൽക്കുമ്പോഴൊക്കെ നീ ഓർത്തു വയ്ക്കുക. മുറിക്കപ്പെട്ട വചനം നിന്റെ കൂടെയുണ്ട് എങ്കിൽ, പരിശുദ്ധ അമ്മയെ നീ കൂട്ടുപിടിച്ചിട്ടുണ്ട് എങ്കിൽ, ഓരോ വിരുന്നിൻ്റെ പിന്നിലും അദൃശ്യ ശക്തിയായ അമ്മ നിൽക്കുന്നത് പോലെ നിന്റെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് നീ ഒരുക്കി വെക്കുന്ന ഓരോ ഭക്ഷണമേശയ്ക്ക് പിന്നിലും ഈ അമ്മയുടെ ഒരു കാവലും തുണയും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെയൊക്കെ ഭവനങ്ങളിലും നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിലും ഒഴിഞ്ഞ കൽഭരണികൾ ഇനിയുണ്ടാവില്ല. അവിടെ നമുക്ക് സംതൃപ്തിയുടെ നിറവിഞ്ഞ കൽഭരണികളും നിറഞ്ഞ അനുഭവങ്ങളുമായിരിക്കും ഉണ്ടാവുക. ഈ വിശുദ്ധ വചനങ്ങളെ, നമ്മുടെ ഹൃദയ നിലങ്ങളെ നമുക്ക് സൂക്ഷിക്കാം. എന്നിട്ട് നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. ഒരു ശിശുവിനെ പോലെ അവൻ്റെ മനസ്സിൻ്റെ അത്രയും വലിയൊരു മനസ്സ് അത്രയുമാകാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന്. ഒപ്പം നമുക്ക് വലിയൊരു തിരിച്ചറിവൂടെ മനസ്സിൽ വയ്ക്കാം. അടുത്ത കാലത്ത് കേട്ട മറ്റൊരനുഭവമാണ്. നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെ പറയാറുമുണ്ട്, പക്ഷെ അതൊക്കെ എത്രമാത്രം ശരിയാണെന്ന് പോലും ഞാൻ ചിന്തിക്കാറുണ്ട്. ബുദ്ധി അല്പം കുറവുള്ളവരെ, കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ മന്ദബുദ്ധികൾ എന്നൊക്കെ വിളിക്കും. പക്ഷേ ഇന്ന് സർക്കാർ പോലും അതിന് പേര് മാറ്റി കൊടുത്തു കഴിഞ്ഞു. അങ്ങനെയുള്ള കുട്ടികളുടെ ഒരു ഓട്ട മത്സരം നടന്നിടത്ത് 10 കുട്ടികൾ ഒന്നിച്ചു നിർത്തിയിട്ട് അവർക്കുള്ള വിസിലും മുഴങ്ങി, അതിനുള്ള ശബ്ദമോ ആംഗ്യോ എന്തൊക്കെയോ കാണിച്ച് അവർ ഒന്നിച്ചോടുക. 10 കുട്ടികൾ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോഴാണ് 10 കുട്ടികൾ അവർക്ക് മനസ്സിലായത് അവരിൽ ഒരുവൻ വഴിയിൽ വീണു. 9 പേരും അവിടെ നിന്നു. തിരിഞ്ഞു വന്നിട്ട് വീണവനെ താങ്ങിയെടുത്തു. എന്നിട്ട് അവരൊന്നിച്ച് നടന്ന് ഫിനിഷിംഗ് പോയിന്റ് കൈ കോർത്ത് പിടിച്ച് നടന്ന് നീങ്ങുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചങ്കിലേക്ക് കൈ ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് പറയാൻ പറ്റണം, ബുദ്ധി ആർക്കാ ഉള്ളതെന്ന്? നമുക്കാണോ? വീണവനെ താങ്ങിയെടുത്തു പോയ നമ്മളൊക്കെ മന്ദബുദ്ധികളെന്ന് വിളിക്കുന്ന കുട്ടികൾക്കോ? ആർക്കാ ബുദ്ധിയുള്ളത്? നമുക്ക് ബുദ്ധിയുണ്ടെന്ന് നമ്മൾ പറയുന്നവരല്ലേ? ബുദ്ധിക്ക് മേലെ സ്നേഹം ഭരിക്കുമ്പോഴാണ് അനുഗ്രഹമുണ്ടാവുക. യോഹന്നാൻ അവൻ്റെ വശസ്സിൽ ചാരിക്കിടന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുക വചനം. ചാരിക്കിടന്നവൻ അവസാനം വരെ അവസാന മണിക്കൂറിലും പറഞ്ഞതൊന്നേയുള്ളൂ, ദൈവം സ്നേഹമാകുന്നു എന്ന്. ഈ വചന ശുശ്രൂഷയുടെ വഴികളിൽ കടന്നു പോകുമ്പോൾ നമുക്കും അവൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് പറയാം, അവൻ സ്നേഹമാകുന്നു. നമ്മുടെ ബുദ്ധിക്കപ്പുറത്തേക്ക് നമുക്ക് ഇനിയും കൈകോർത്ത് നീങ്ങാൻ ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നത് തിരിച്ചറിവുണ്ടാകട്ടെ. അപ്പോഴാ വചനം ഒരു വലിയ അനുഭവമായിട്ട്, വചനം നമ്മളെ വഴി നടത്തുന്ന അനുഭവമായിട്ട് രൂപാന്തരപ്പെടുക.
അങ്ങനെ വചനം നമ്മളെ വഴി നടത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ വലിയ നാളുകളുണ്ടാവും. അതിനായിട്ട് ഈശ്വരൻ നമ്മെ സമൃദ്ധമായിട്ട് ഈ നിമിഷങ്ങളിൽ അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യും.